നമ്മളിന്ന് ഒരു അച്ചാറുണ്ടാക്കാൻ പോകണം കേട്ടോ. നമ്മൾ ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ. ഒരുവിധം മാവൊക്കെ ഉള്ള വീടുകളിലൊക്കെ കണ്ണിമാങ്ങ നിറയെ വീഴുണ്ടാവും. അപ്പോൾ നമ്മൾ പണ്ടുള്ള ആൾക്കാർ കുറേ സമയമെടുത്തുണ്ടാക്കുന്ന കടുമാങ്ങ അച്ചാർ വേറെ, എന്നാലും ഏകദേശം അതിൻ്റെയൊക്കെ ഒരുവിധം ടേസ്റ്റ് ഒപ്പം നിൽക്കണ ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ. എന്നാൽ വലിയ മെനക്കേടുമില്ല. ഈ കണ്ണിമാങ്ങകൾ നമ്മൾ വെറുതെ കളയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കണ്ണിമാങ്ങ കൊഴിഞ്ഞു വീഴുന്ന കണ്ണിമാങ്ങ കേടില്ലാത്തത് നോക്കിയിട്ട് എടുത്തിട്ട് മുറിച്ച് ഉപ്പിലിട്ട് വെച്ചതാട്ടോ. അത് അതിലേക്ക് നമുക്ക് കടുകും മുളക് പൊടിയും മാത്രമേ വേണ്ടൂ, ഉപ്പും വേറെ ഒന്നും വേണ്ട. കുറച്ച് കടുക് പൊടിച്ചെടുക്കാം. കടുക് പൊടിച്ചിട്ട് വരാം. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം മാങ്ങ നമ്മൾ ഉപ്പ് വെള്ളം അടക്കം ഇതിലേക്ക് ഒഴിച്ചു. ആ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. കളറിന് 1 സ്പൂൺ ഇടണുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ള 2 സ്പൂൺ നിറയിട്ടു. ഇനി ഇളക്കി നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇടാം. ഇനി കടുക് നമ്മൾ പൊടിച്ചല്ലോ, ഇതുപോലെ തരിപ്പായിട്ട് പൊടിച്ച കടുക്. മുളക് പൊടി കുറച്ചും കൂടി ഇടേണ്ടി വരും. കടുക് കുറച്ചും കൂടി ഇടേണ്ടി വരും നന്നായിട്ട്. ഈ കടുക് ഇങ്ങനെ തരിയായിട്ട് കിടക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലും. 1 സ്പൂൺ കൂടി നിറയെ മുളക് പൊടി ഇടേണ്ടി വരും. ഉപ്പ് കല്ലുപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പ് പോരെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. നമുക്ക് നമ്മുടെ വീണ് കേടായി പോകണം, വേസ്റ്റായി പോകണം കണ്ണിമാങ്ങ കൊണ്ട് നമുക്ക് അച്ചാർ നല്ല സൂപ്പർ അച്ചാറാണ്. ഇത് കൂട്ടിയിട്ട് ഇത് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കാം. നമുക്ക് ചോറിലിക്കോ കഞ്ഞിയിലിക്കോ എന്തിലിക്കോ വേണമെങ്കിൽ എടുക്കാം. വലിയ കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെയാണ്, ഒരു കുറ്റവും പറയാൻ പറ്റില്ല. വേണ്ട അച്ചാർ നമുക്ക് അത്യാവശ്യം ചാറോട് കൂടിയിട്ടുള്ള കേട് വരില്ല. ഈ കടുക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും കേട് വരില്ല അച്ചാർ. ഇരുന്ന് കഴിഞ്ഞാൽ കുപ്പിയിൽ ചില്ല് ഭരണിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ കേടാവാണ്ടിരുന്നോളും കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള ഭരണിയിലാക്കി വെച്ചാൽ മതി. നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് കല്ലുപ്പ് ഇട്ടിട്ട് ഈ മാങ്ങ നുറുക്കി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങ കഴുകി തുടച്ചിട്ട് അങ്ങനെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെറുതെ മാങ്ങ വേസ്റ്റായി പോകണം. മാങ്ങയൊക്കെ ഒരുവിധ ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഓക്കെ.